ഞങ്ങൾ പള്ളിയിൽ പോവാണ്. മഗ്‌രിബ് നിസ്കാരത്തിന് ശേഷം ഒരു 8 മണിയാകുമ്പോഴാണ് ഞങ്ങൾ ഊട്ടിക്ക് പോകാൻ പ്ലാന്. അങ്ങനത്തെ ഞങ്ങൾ പള്ളിയിൽ പോവാണ്. അങ്ങനെ നമ്മൾ നിസ്കാരം കഴിഞ്ഞു. ഇനി ജ്യൂസ് കുടിച്ചിട്ട് വീട്ടിൽ പോയിട്ട് ഫുള്ള് റെഡി ആയിട്ട് പോകാമെന്നുള്ള പ്ലാനിലാണ്. എവിടേക്കെങ്കിലും പോകാമെന്ന് പറഞ്ഞാൽ പിന്നെ ഫുള്ള് അതൊക്കെ മനസ്സിൽ പോകാനുള്ള എക്സൈറ്റ്മെൻറ്റിലാണ് നമ്മൾ. അങ്ങനെ നമ്മൾ ഫുള്ള് പാക്കാക്കിയാണ്ട് ഇറങ്ങി പോണ കാഴ്ചകളാണ്. 2 ബൈക്കിലാണ് നമ്മൾ പോണത്. ബൈക്കിന് മൈലേജ് ഉണ്ടാവുകൊണ്ട് പിന്നെ നമുക്ക് നല്ല സുഖമാണ് യാത്ര ചെയ്യാൻ. ഒന്ന് സ്പ്ലെൻഡറും ഒന്ന് ഹീറോ ഹോണ്ടൻ്റെ CD ഡീലക്സ് ആണ്. അതിലാണ് നമ്മൾ പോണത്. അങ്ങനെ നമ്മൾ പോണ വഴിക്ക് പാണ്ടിക്കാട് ചോട്ടിയിരിക്കണം. ഞങ്ങൾ സ്ഥിരം വരുന്ന സ്പോട്ടിലാണ്. ഇപ്പോൾ പാണ്ടിക്കാട് ഇവിടെ ചായ കുടിക്കാൻ വേണ്ടി കയറിയിരിക്കുകയാണ്. ചായ സെറ്റാണ്. ചായക്കിലും നിങ്ങൾക്ക് ഈ കാഴ്ച കണ്ടാൽ അറിയാം ഹാപ്പി ആയിട്ടാണ് പോണത്. നമ്മളെവിടേക്ക് പോകണേലും ഇങ്ങനെ 3 ആളായിട്ടാണ് പോകല്. അടിപൊളി യാത്ര ഈ ഊട്ടി യാത്ര. കാരണം നമ്മൾ കുറേ ഊട്ടി പോകണമെന്ന് ഇപ്പോൾ കഴിഞ്ഞൊരു പോക്ക് പോയി വന്നതാണ്. പിന്നെയും പോകാൻ കാരണം അവിടെ നമ്മൾ കിന്നക്കോര പറഞ്ഞ സ്ഥലം കണ്ടിട്ടില്ല. അപ്പോൾ അവിടെ പോകാമെന്നുള്ള പ്ലാനിലാണ് ഈ പോക്ക്. എന്തായാലും പോയോക്കാം. ഞങ്ങൾ ചായ കുടിക്കാൻ ഇങ്ങനെ ഇരിക്കണം. അപ്പോൾ ചായ അതോടെ കജ്ജിലുണ്ടാവും ഗൈസ്. ചായൻ്റെ ഇടയിൽ കട്ടൻ കുടിച്ചാൽ ചങ്കുണ്ടായി മെൻഷൻ ചെയ്തോളൂ. ഇതാണ് ഞങ്ങളെ ചങ്ക്. അങ്ങനെ നമ്മൾ ചായ കുടി കഴിഞ്ഞിട്ട് നേരെ വണ്ടി എടുത്തുകൊണ്ട് പിന്നെ ഇറങ്ങി. നേരെ പോവുക തന്നെ. പെട്ടെന്ന് കയറണം, മലയാളി ചുരം കയറണം. ആ പ്ലാനിൽ ഇങ്ങനെ പോവാണ്. ആനനെ കാണണം എന്ന് പറഞ്ഞിട്ടാണ് ഈ പോക്ക്. കണ്ടാൽ മതി. അങ്ങനെ നിലമ്പൂര് ആ ഓപ്പൺ റോഡ് കണ്ടപ്പോൾ ഞങ്ങൾ രണ്ടാളും പാടെ ഇങ്ങനെ വെറുതെ വണ്ടി ഓട്ടി കുറച്ച് നേരം. അങ്ങനെ നമ്മൾ ചുരത്തുമ്മ കയറി. ചുരത്തുമ്മ കൂടി പോണ കാഴ്ചകളാണിത്. ആന ഉണ്ടാവുമോ, ആനനെ കാണുമോ എന്ന് വിചാരിച്ചിട്ട് ലോറികളുടെ ബാക്കിൽ ഇങ്ങനെ ചവിട്ടി പോവാം. ചാപ്പിയാണ് ഈ നാടുകാണി ചുരത്തന്നെയാണ്. ഇപ്പോൾ ആരില്ല, ലോറികൾ മാത്രമേ ഉള്ളൂ. നമുക്ക് ചായ കിട്ടി. നമുക്ക് ഇനി അവിടെ പോയി ഇരിക്കാം. ഉള്ളിൽ സ്ഥലം അപ്പോൾ അവിടെ പോയി ഇരിക്കാം. അവിടെ ഇരുന്നിട്ട് കുറച്ച് നേരം സംസാരിച്ച. കാരണം 5 മണി ആയിക്കണം. ഇനിയിപ്പോൾ നേരം വെളുക്കാൻ നേരത്ത് ഇവിടെ നമുക്ക് കയറുന്നില്ല പ്ലാനാണ്. നമ്മൾ ലേറ്റായിട്ട് ചായയും ബിസ്ക്കറ്റും കഴിക്കാനുള്ള പ്ലാനാണ്. ഈ ചായക്കട ചെക്ക് പോസ്റ്റിൻ്റെ ഫ്രണ്ടിലാണ്. അങ്ങനെ നമ്മൾ ദേവാലയത്തിൻ്റെ മുകളിൽ കയറുകയാണ് വണ്ടി കൊണ്ട്. രാവിലെ ആകുമ്പോൾ അടിപൊളി വ്യൂ ആണ്. സമാധാനത്തിൽ വീഡിയോ എടുക്കാം. നമ്മളെ ചെക്കന്മാരും ഉറങ്ങിയിട്ടൊന്നുമില്ല, ഉറക്കക്ഷീണുണ്ട്. അതൊക്കെ കണ്ണിട്ടിക്കണേ. ദേവാലയ അട്ടി അത്തരത്. എന്താ അട്ടിമല അട്ടിയാണെങ്കിലും സ്ഥലം കിടക്കാച്ച സ്ഥലം, ഒരു രക്ഷയില്ല. ചാപ്പിക്കൊക്കെയാണ് സ്ഥലം പറ്റിയിരിക്കണത് ഗൈസ്. ചാപ്പി അറിയണതേ ടെൻറ്റ് കൊടുന്നില്ല കേട്ടോ. ഞങ്ങൾ ടെൻറ്റ് കൊടുന്നാൽ മതി എന്നൊന്നും അറിയണേ. ടെൻറ്റ് 2 ഉണ്ടായിരുന്നു, എടുത്തില്ല. നമ്മൾ റിസോർട്ട് എടുക്കാനുള്ള പ്ലാനില്ലായിരുന്നു. റിസോർട്ടൊന്നും വേണ്ട. പ്രകൃതി ഇങ്ങനെ എന്തോ നിറഞ്ഞൊഴുക്കാണ്. നമ്മളവിടുന്ന് അങ്ങനെ നടന്ന് വന്ന് തേയിലത്തോട്ടം കണ്ടു. ചെറിയൊരു തേയിലത്തോട്ടം. നല്ലൊരു വ്യൂ. നമ്മൾ അത് കൂടി എങ്ങനെ കയറിയിട്ട് വന്ന് അങ്ങനെ കയറി ഈ മല ഇങ്ങനെ കയറി നമ്മൾ പിന്നെയും അവിടെ തന്നെ ഇറങ്ങണം. പോണടത്ത് നല്ലൊരു കാഴ്ച ഉണ്ട്, ഞാൻ കാണിച്ചു തരാം.
ഇവിടുന്ന് ഇപ്പോൾ ഇതാണ്. ഇവിടെ പെരകളൊന്നുമില്ല. താഴത്ത് ഇതവിടെ ഇതിവിടെ തേയിലയിൽ പണിയെടുക്കണ കുറച്ച് ആൾക്കാരെ പേരുണ്ട്. അതന്നെ ഉള്ളൂ. പക്ഷേ അടിപൊളി സ്പോട്ടാണ്. ഊട്ടിയിലൊരു കിടില സ്പോട്ടുണ്ട്, ഞാൻ കാണിച്ചു തരാം. അതെ കിടില സ്പോട്ട്. പിന്നെ അങ്ങനെ കാഴ്ചകൾ ഒരുപാടുണ്ട് ഗൈസ്. ഇതിൻ്റെ പുതിയ സ്പീക്കർ ഇതിൻ്റെ കോൺവേഴ്സാണ് ഗൈസ്. ലൈഫിൽ എന്തെങ്കിലും അർത്ഥം ഉണ്ടാക്കും. നല്ല വ്യൂ ആയിരുന്നു. അടുത്ത സ്പോട്ടിലേക്കാണ് ഞങ്ങൾ. ഇവിടുത്തെ ഷൂട്ടിങ് കഴിഞ്ഞു. ഇനി അടുത്ത സ്പോട്ടിൽ പോവാണ്. വേറെ ആരൊക്കെ അവിടെ നിന്ന് കയറി വരുന്നൊക്കെ ഉണ്ട്. ഞങ്ങളവിടെ വണ്ടി നിർത്തിയിട്ട് ഇങ്ങോട്ട് കയറി വന്ന ഗൈസ്. അപ്പോൾ ഇവിടുന്ന് ഞാൻ നടക്കണം. ഈ വണ്ടിക്ക് ഒരു മൈലേജിനനുസരിച്ച് പോവാണെങ്കിൽ ഒരു 600 അടിച്ചാൽ പോകാൻ പറ്റും നമുക്ക്. ഇഷ്ടം പോലെ നമുക്ക് എന്താ നമ്മളെ അലനല്ലൂരിന്ന് ഊട്ടിയിൽ വന്ന് കറങ്ങി ഒരു 800 അല്ലേ? 800 അടിച്ചാ റൗണ്ട് ആക്കിയാൽ നമ്മൾ നാട്ടിലേക്ക് എത്തും തിരിച്ച്. അതാണ് ഇച്ചാപ്പി പറയുന്നത്. അങ്ങനെയാണ് നമുക്ക് ഇച്ചാപ്പി ഗ്യാരണ്ടി അല്ലേ? അതെ. ഇച്ചാപ്പി ചപ്പാത്തി കമ്പനിയിലാണ് ഗൈസ്, കൊച്ചിയിലാണ്. ഉണ്ടോ ലുക്ക് ഉണ്ടോ? അവിടെ നെറ്റിമേ കണ്ണാടി വെക്കുക ഉണ്ടോ? എപ്പോഴും ഇങ്ങനെ ചിരിച്ചിട്ടാക്കാരം, എപ്പോഴും ചിരിച്ചിട്ടാക്കാരം. ഞാൻ നിങ്ങൾക്ക് എൻ്റെ കുറച്ച് ഫോട്ടോസ് ഇൻസ്റ്റഗ്രാമിൽ പോസ്റ്റ് ചെയ്ത് കാണിച്ചിട്ടുണ്ട്, സ്റ്റോറി ഇട്ട് കാണിച്ചിട്ടുണ്ട് ഗൈസ്. അതന്നെ ദിൽഷാദ്. അതിൽ DP വരുന്നത് ഒരു റെയിൽവേ സ്റ്റേഷൻ ഷൊർണൂർ കറക്റ്റ് പറയുന്നത്. അതിൽ തലതാക്കിക്കണേ. പിന്നെ ഗോവയിലെ ബാഗ ബീച്ച് ആക്കിക്കണം. അപ്ഡേഷൻ വന്നിക്കണം ഗൈസ്. ഇനി ചിലപ്പോൾ നിങ്ങൾക്ക് ഒന്നുകൂടി മാറാൻ ചാൻസ് ഉണ്ട്, കാരണം ഞങ്ങൾ ഊട്ടിയിലാണ് നിൽക്കണേ. അപ്പോൾ എന്തായാലും മാറാൻ ചാൻസ് ഉണ്ട്. വെച്ചാപ്പി മുടിയൊക്കെ നല്ല സെറ്റ് ചെയ്താണ് ഞങ്ങൾ. ഇത് നമ്മളെ ദേവാലയത്തിൽ എന്ന് പറയുന്ന സ്ഥലമാണ്. ഊട്ടി വരുന്ന വഴിക്കൊന്ന് നിങ്ങളൊന്ന് കയറി കൊണ്ടുപോകും. അവിടുത്തെ കാഴ്ചകൾ കണ്ടിട്ട് നമ്മൾ നേരെ പോകുന്ന വഴിയാണ്. നല്ല മനോഹരമായ സ്ഥലം. തേയിലിൻ്റെ നടുക്കുള്ള കാഴ്ചകളുണ്ട്. സൂര്യൻ ഇപ്പോൾ വരും കൈസ്. സൂര്യൻ അതിൻ്റെ ഉള്ളിൽ ഒളിച്ചിരിക്കുകയാണ്. ഒരു 5 മിനിറ്റ് കൂടി നിന്നാൽ സൂര്യൻ പുറത്തേക്ക് ആടും. ഇതിലെ ടീമാണ് 60. മരിച്ചേ മഞ്ചൂർ 32 കിലോമീറ്റർ ഉണ്ട്. ഏതാ ടൗണായിരിക്കും അല്ലേ? കിണ്ണക്കോര. മഞ്ചൂർ. ഓക്കെ, താങ്ക് യു. അവിടെ ചായക്കടുണ്ട് അല്ലേ? നമ്മൾ ഫോണിൽ കാണുന്ന മാതിരില്ല, നേരിട്ട് കാണുമ്പോൾ അതിൻ്റെ ഫീല് വേറെയാണ്. ഇവിടെ തന്നെ സൂര്യല്ല. അപ്പോൾ അവിടെ പോയി കഴിഞ്ഞാൽ ആകെ ഒരു ഇരുട്ട കയറും അല്ലേ? നല്ല കിട്ടിലും കേരളത്തിലെ നിങ്ങളെ ഞങ്ങൾ ഇവിടുന്ന് ചായ കുടിക്കാണ്. ചായ അല്ലേ? കേരളക്കട കടല്ലേ?
3T. അതന്നെ അതെന്താണ് മൂന്ന് ടീ 2 ചിപ്സ. ഇവിടുത്തെ കാഴ്ചകളാണിത്. അടിപൊളി ഗ്രാമം ഇങ്ങനെ കാണുന്നുണ്ട്. അടിപൊളി സ്ഥലം. കിന്നക്കൂര് പോണ റൂട്ട് ചെയ്തിടനായി മഞ്ചൂർ റോഡ് നേരെ പിന്നെ കുറെ നമ്മൾ പഠിപ്പിച്ച പോലെയാവോ സ്റ്റാർട്ടാക്കില്ല നേരെ കൈയെടുത്ത്
ാൻ്റെ തൊടുവിലാണ് വന്നിട്ട് പാത്ത് തന്നെ ഉണ്ട്. തലങ്ങും വേഗം നിന്ന പാത്തി. എന്തായാലും എന്താ ഇതിന് വളം മേയ്ക്കണം. തേയിലന്റെ കേടക്കണ വയ്ക്കുള്ളൂ. കഴിക്കും. അതന്നെ കുടിച്ചുമ്പോഴും ടേസ്റ്റാണ്. തേയിലൊക്കെ കേടും ഉണ്ടാവൂല. കണ്ടോ കിന്നക്കോഴ സ്ട്രൈറ്റാ. താങ്ക്സ്. എന്താ ചേട്ടാ എൻ്റെ ഏട്ടൻ മറന്നു. ഇവിടെ റൈഡർമാർ പോകുന്നുണ്ട്. ഞങ്ങളിതാ നല്ല സ്പോട്ടിലാണ്. ഇവിടെ കുളിയൊക്കെ തുടങ്ങിക്കുന്നു. സിസ്റ്റാബി ഇതവിടെ ഇരിക്കുന്നു. ഇത് കൂടി പോയതൊക്കെ വേറെ ട്രാക്ക് ആകാരം. അപ്പൊ അതൊരു ഹിഡൻ സ്പോട്ട് എന്ന് പറയും. അപ്പം നമ്മൾ ലാസ്റ്റ് കിന്നക്കോര എത്തി. കിന്നക്കോരത്തെ വ്യൂ ആണ് കാണിച്ചിരുന്നത്. നോക്കുകയാണ് കോട ഇങ്ങനെ ഇറങ്ങി വരികയാണ്. എന്തൊരു സമാധാനമുള്ളൊരു സ്ഥലം.
നമ്മൾ വഴി ചോദിച്ചാണ് കിന്നക്കോരൻ്റെ എൻ്റെ എവിടെ ചോദിച്ചാണ് ലാസ്റ്റ് ചേച്ചെറിയുന്ന അവിടുത്തെ കാടാണ് എന്നൊക്കെ പറയുന്നത്. എന്തൊക്കെ പറയുന്നുണ്ട് ചേച്ചി, പാട്ടൊക്കെ ഇട്ടിട്ടാണ് നിൽക്കണേ. ആദ്യം നോക്കണ ചേച്ചിയാണ് അവിടെ. ഗൈസ് നമ്മൾ ലാസ്റ്റ് കിന്നക്കോരെത്തി. കിന്നക്കോര ഇനി ഗ്രാമങ്ങളാണ് കേട്ടോ, അത് കാണാൻ നമുക്ക്. അപ്പോൾ ലാസ്റ്റ് കിന്നക്കോര ലാസ്റ്റ് വില്ലേജിലെത്തിക്കണേ അല്ലേ. ഇവിടെ തോന്നുന്നുണ്ട് ബസ് തിരിച്ചു പോവുക ലാസ്റ്റ്. അവിടേക്ക് റോഡുണ്ട്, പക്ഷേ അത് എവിടേക്കാന്ന് അറിയില്ല. അവിടെ കണ്ടോ തേയിലൊക്കെ വൈകുന്നേരമായി 4-5 മണി. തേയിലൊക്കെ സെറ്റ് ചെയ്ത പോലെ പണിയൊക്കെ മാറ്റി പോവാണ്. ഇവിടെ ഇങ്ങനെ കോലൊക്കെ വലിച്ചു വെച്ചിരിക്കണം കണ്ടോ, വെൽക്കം എന്നൊക്കെ പറഞ്ഞിട്ട്. ഇല്ല മനുഷ്യന്മാരാണ്, ഗ്രാമജീവിതം നയിക്കുന്ന ആൾക്കാർ. രസമുണ്ട്. ശിവ എന്തായാലും അവിടെ പോയിക്കോണു. ഇനി അവിടേക്ക് റോഡുണ്ടോ ചോദിച്ചാൽ അതൊക്കെ നല്ല രസമുണ്ട് കാണാൻ. കണ്ടോ നോക്കിയാൽ പണിക്കാരെത്തി ചോദിച്ചാണ്. അവിടേക്ക് ഉണ്ട് ശിബോ, ഇനി റോഡുണ്ടോ അവിടേക്ക്? അതാ ഉണ്ട് ലാസ്റ്റ്. അടിപൊളി. വലിയ പണിയൊക്കെ കഴിഞ്ഞ് പോവാൻ നിൽക്കണം. വില്ലേജിൽ പേരെന്താ? കാമരാജ് നഗർ. നിങ്ങളൊക്കെ കാമരാജ് നഗർ. இந்த பணியெல்லாம் முடிஞ்சு இந்த வீட்டுக்கு போறது. நாளை இன்னருக்கு இங்க வேலை. ராத்திரி பணியில்ல. காலையில ஒரு 9 மணிக்கு போகுங்க. ஈவினிங்ல ஒரு 4 o'clock 3-4 o'clock வருவாங்க. ഫുഡൊക്കെ നമ്മളെ സപ്പോർട്ട് സെറ്റ് വീട്ടിൽ നിന്ന് എടുക്കുന്നത്. ഇതെല്ലാം നമ്മ ഓടുക തോട്ടം. എന്താ ഇതിന്റെ എസ്റ്റേറ്റിന്റെ പേര് ചോദിച്ചോ? ഇത് ഇനി എടുക്കാൻ വണ്ടി വരും അല്ലേ? എന്റെ എസ്റ്റേറ്റ് പേരെന്താ? അത് ഇൻഡോ ഇൻഡിഗോ. ടാറ്റ ടാറ്റ ഇൻകോസോ ഗവൺമെന്റ്. இந்த தமிழ்நாடு கவர்மெண்ட் கைகாட்டி ஊட்டி லவ்டேல் ஊட்டி that emerald is another way to company. super scene where super scene where emerald or emerald only. oh in the ഫ്രണ്ട് എടുക്കാവോ? സൂപ്പറാ പോയി. അപ്പൊ എന്താ സ്കൂള് 10 kilometers want to go to മഞ്ചൂർ. മഞ്ചൂർ സ്കൂളാ? പ്ലസ് 1 ഹയർ സെക്കൻഡറി കോളേജ്. higher secondary only one government school. മഞ്ചൂർ. Otherwise private school are Ooty, Kunnur, Kotagiri. CBSE also only one school here. Need to go to. അങ്ങനെ നമ്മൾ ഊട്ടിയിൽ നിന്ന് തിരിച്ചു വരുമ്പോൾ വ്യൂ ആണത്, നൈറ്റ് വ്യൂ അടിപൊളിയാണ്. നമ്മൾ കോയമ്പത്തൂർ വഴിയാണ് ഇറങ്ങിയത് ചുരം. തിരിച്ചു വരുമ്പോൾ നല്ല ബ്ലോക്ക് ചെയ്യുന്നു. അപ്പോൾ അതിൻ്റെ കാഴ്ചകളാണത്. അത്ര ഉള്ളു കാഴ്ചകൾ. അടുത്ത വീഡിയോയിൽ കാണാം. ഓക്കെ ബൈ.
ഊട്ടിയിൽ നിന്ന് നമ്മൾ കോയമ്പത്തൂർ വഴി തിരിച്ചു വരുമ്പോൾ കഴിച്ചത് ഫുൾ ലൈറ്റ് ഓൺ ആയിക്കും. ഇതാണ് നൈറ്റ് വ്യൂ. ചുരത്തിൽ ഫുള്ള് ബ്ലോക്കാണ്. ബ്ലോക്കായിട്ട് അതിൻ്റെ അടിയിൽ ഇങ്ങനെ പോകണം കഴിച്ചത്.